നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞങ്ങൾ ലക്കിയായിരുന്നു ഈ കളിയിൽ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ ഡിഫിക്കൽട്ടാക്കി തീർക്കുകയാണ് ഈ കളിയിൽ ഉണ്ടായിരിക്കുന്നത്. തോമസ് ടൂഷൽ കളിക്ക് ശേഷം പറയുകയാണ്, നോർവേയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലണ്ട് ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയി. പക്ഷേ അത് എക്സ്ട്രാ ടൈമിലെ വിജയത്തിലൂടെയാണ്. ഒരു ഗോള് വിവാദവുമുണ്ട്. ക്യാമറ വയറിലെ ബോൾ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അതവിടെ നിൽക്കട്ടെ. കോച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വി വെയർ ലക്കി ടുഡേ. ഞങ്ങൾ ഇന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഭാഗ്യം ഞങ്ങൾക്കൊപ്പമാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ സഫറിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഞാനതൊരിക്കലും പറയില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡിഫിക്കൽട്ടാക്കി മാറ്റി. ഞങ്ങളുടെ കളി ഞങ്ങൾ തന്നെ ഡിഫിക്കൽട്ടാക്കി മാറ്റി. റിസൾട്ട് ഫാൻറ്റാസ്റ്റിക്കാണ്, സംശയമില്ല. കാരണം ഞങ്ങൾ ടോപ്പ് 4-ൽ ഒരു ടീമായിട്ട് മാറിയല്ലോ. ഇറ്റ്സ് ഇൻക്രെഡിബിൾ. പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഈ ടീമിൻ്റെ ഈ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇൻ എവറി സെൻസ് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കമ്മിറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ സ്വയം കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കി തീർത്തു. അതാ ഞാൻ പറയുക, ഞങ്ങൾ കളിച്ച രീതി കെയർലെസ്. പല ടെക്നിക്കൽ എറേഴ്സും വരുത്തി. ആവശ്യത്തിനുള്ള വേഗതയുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ശരിക്കും പറയാൻ സംഭവിച്ചത്. വി വെർ ലക്കി ടുഡേ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആണോ, താരങ്ങളുടെ ഒരു മെൻറ്റാലിറ്റിയുടെ പ്രശ്നമാണ്? അദ്ദേഹത്തിന് മറുപടി ആയിട്ടുണ്ടോ? അത് മെൻറ്റാലിറ്റി ഒന്നുമല്ല ഇവിടെ വിഷയം. അങ്ങനെ ജസ്റ്റ് മെൻറ്റാലിറ്റി ആയിരുന്നെങ്കിൽ അതല്ല ഇവിടെ പ്രശ്നം. ഒരു പക്ഷേ ഇത് ബോട്ടിൽ ചെയ്യാവുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായിരുന്നു മെൻറ്റാലിറ്റി പ്രശ്നമാണെങ്കിൽ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ക്വാളിറ്റി. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. വി നീഡ് ടു പ്ലേ ബെറ്റർ എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളോട് ഒട്ടും യോജിക്കുന്നില്ല ജൂഡ് ബെല്ലിംഗാം. ടീം കെയർലെസ് ആയിരുന്നതും വേണ്ട വിധത്തിൽ മികവ് കാണിച്ചില്ലെന്നും ഒക്കെ കോച്ച് പറയുമ്പോൾ അതിനോടൊട്ടും യോജിക്കുന്നില്ല ബെല്ലിംഗാം എന്നുള്ളതാണ്. പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ബെല്ലിംഗാം ഈ കോച്ചിൻ്റെ ഹാഷ് ക്രിറ്റിസിസത്തോട് പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല ഈ കണ്ടീഷൻസിൽ എങ്ങനെയാണ് ഏർലിംഗ് ഹാലൻഡ്, ഒഡേഗാർഡ്, നൂസ, സൊർലോത്ത് ഇങ്ങനെയുള്ള താരങ്ങളടങ്ങിയ ഒരു ടീമിനോട് കളിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടീം ടു പ്ലേ എഗെയിൻസ്റ്റ്. നമുക്ക് എളുപ്പത്തിൽ കളിക്കാവുന്ന ഒരു ടീമൊന്നുമല്ല ഈ നോർവേ എന്ന് പറയുന്ന ടീം. ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ടല്ലോ. ഈ താരങ്ങളെ എനിക്ക് പ്രൈസ് ചെയ്താൽ മതിയാവില്ല. ഞങ്ങൾ എല്ലാ മത്സരങ്ങളും ഇങ്ങനെ പൊസഷനും കാര്യങ്ങളും ഒക്കെ ഡൊമിനേറ്റ് ചെയ്ത് വിജയിക്കുക എന്നുള്ളതല്ലല്ലോ വേണ്ടത്. സംടൈംസ് യു ഹാവ് ടു വിൻ ഡേർട്ടി ആൻഡ് വി ഡിഡ് ദാറ്റ് അഗെയിൻ ടുഡേ എന്നുകൂടി ബെല്ലിംഗാം പറയുന്നത്. അപ്പോൾ കോച്ച് ഒരു തട്ടിൽ ബെല്ലിംഗാം ഒരു തട്ടിൽ എന്നൊരു പ്രതീതിയാണ് എന്തായാലും രണ്ടുപേരുടെയും ഈ പ്രസ്താവനകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.